അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി. പ്രിയരെ, അറിവുകളും ഒട്ടേറെ കലകളും സംഗമിക്കുന്ന SSF കേരള സാഹിത്യോത്സവിൻ്റെ ഈ വേദിയിൽ ലഹരിയെ തുരത്താമെന്ന വിഷയത്തെപ്പറ്റി നമുക്കല്പം സംവദിക്കാം. ഉദ്ബുദ്ധമായ സാമൂഹിക രാഷ്ട്രീയ ബോധമുള്ളവരാണ് മലയാളികൾ. വലുപ്പം അടിസ്ഥാനമാക്കിയാൽ കൊച്ചു സംസ്ഥാനമാണ് നമ്മുടേതെങ്കിലും നവോത്ഥാന നായകന്മാർ അടിത്തറയിട്ട് സാമൂഹിക ഭൂമികയിൽ നിന്ന് നമ്മൾ പടുത്തുയർത്തിയത് ഒട്ടും ചെറുതല്ലാത്ത നേട്ടങ്ങളാണ്. എന്നാൽ നമ്മുടെ സാമൂഹിക സുസ്ഥിതിക്കും പൊതുജനാരോഗ്യത്തെയും ഉൽപാദനക്ഷമതയ്ക്കും സാമ്പത്തിക വളർച്ചയും ഒക്കെ ബാധിക്കുന്ന തരത്തിൽ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നതല്ലേ ലഹരിവേട്ട എന്ന വിപത്ത്. നാടിൻ്റെ നട്ടല്ലായ ഭാവി ഭാസുരമാക്കേണ്ട യുവതലമുറ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നു. ചരസ്, ഹാഷിഷ്, ഭാങ് എന്നീ വിവിധ രൂപങ്ങളിലും നാമങ്ങളിലും ഇവ കേരളത്തിലെ സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്റ്റലുകൾ, ആശുപത്രികൾ തുടങ്ങി എന്തിന് ജയിലിൽ വരെ ലഭ്യമാണ്. ഒരു തവണ മാത്രം ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന മനുഷ്യന്റെ സ്വാഭാവികമായ ആകാംക്ഷയെ മുതലെടുത്തുകൊണ്ട് കൊച്ചു കുട്ടികളിൽ പോലും ഇവ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. കൊളോണിയൽ കാലഘട്ടത്തിൽ ചൈനയും ബ്രിട്ടനുമായി നടന്ന കറുപ്പ് യുദ്ധങ്ങളുടെ പ്രസക്തി ഈ അവസരത്തിൽ നാം ഓർക്കുന്നത് നല്ലതായിരിക്കും. 1987 ഡിസംബർ 7 42/112 എന്ന പ്രമേയത്തിലൂടെ UN ജനറൽ അസംബ്ലിയാണ് എല്ലാ വർഷവും ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ദി എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നതാണ് ഈ വർഷത്തെ ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം. ഇനി ഇവ മനുഷ്യരിലുണ്ടാക്കുന്ന സ്വാധീനം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ ഓർമ്മ, ജാഗ്രത, പ്രചോദനം, വ്യക്തിബന്ധങ്ങൾ, ബൗദ്ധികമായ കഴിവുകൾ എന്നിവ നഷ്ടപ്പെടുന്നു. പ്രത്യുൽപാദന ശേഷി ക്രമേണ കുറയുന്നു. കൂടാതെ പല്ലുകൾ പൊഴിയുക, അക്രമാസക്തനാകുക, ദ്വന്ദ്വ വ്യക്തിത്വ വൈകല്യം, സ്കിസോഫ്രനിയ തുടങ്ങിയ മാരക രോഗങ്ങൾക്കും ഇവർ അടിമകളാകുന്നു. വളരെ കുറഞ്ഞ ആയുർദൈർഘ്യവും കൂട്ടിയ ആത്മഹത്യാ നിരക്കുമാണ് മറ്റൊരു വിപത്ത്. ജീവൻ നിലനിർത്താൻ ആവശ്യമായ ശ്വസനം പോലുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മെഡുല്ല ഓബ്ലാഗേറ്റയിൽ ആഘാതമേൽപ്പിക്കുന്നത് മൂലം മയക്കം, മോഹാലസ്യം തുടങ്ങി എന്തിന് മരണം വരെ സംഭവിച്ചേക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയായ സെറിബ്രൽ കോർട്ടക്സിനെ ബാധിക്കുമ്പോൾ ഭാഷ, യുക്തിചിന്ത, നീതിബോധം, മൂല്യബോധം, വിലയിരുത്തൽ തുടങ്ങിയ എല്ലാ കഴിവുകളും നഷ്ടപ്പെടുന്നു. ഒരു സുപ്രഭാതത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടു പോയൊരു മകൻ വെട്ടുകത്തികൊണ്ട് സ്വന്തം ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന വാർത്ത കോട്ടയം നഗരത്തെ മാത്രമല്ല നടുക്കിയത്, കേരളത്തിലെ ഓരോ ഉമ്മമാരുടെ നെഞ്ചിലേക്കാണ് ആ കത്തി ആഴ്ന്നിറങ്ങിയത്. ഹസ്ബി റബ്ബി സ്വല്ലല്ലാഹ് എന്ന താരാട്ട് കേട്ട് വളർന്ന മകൻ അതേ ഉമ്മയുടെ ജീവൻ പിടഞ്ഞത് അറിഞ്ഞില്ല എന്നത് ഞാൻ അടങ്ങുന്ന എല്ലാ മക്കളെയും ലജ്ജിപ്പിക്കുന്നു. ആ പൊന്നുമ്മ ചെയ്ത തെറ്റെന്താണ്? മയക്കുമരുന്നിൽ മുങ്ങിപ്പോയൊരു മകൻ രാത്രി വാതിലിൽ വന്ന് മുട്ടുമ്പോൾ വാതിൽ തുറക്കാൻ പേടിയാണ്. ആ ലഹരിയിൽ അവൻ എന്നെ കാണുന്നത് ഉമ്മയെ പോലെ അല്ല എന്ന് പറയുമ്പോൾ ആവർത്തിക്കുന്ന അന്ധക മക്കളുടെ വാർത്ത കേട്ട് അയ്യോ എൻ്റെ കേരളമേ എന്ന് വ്യാജമായി പരിതപിക്കുന്നു. പിഞ്ചു മക്കളുടെ കയ്യിൽ കാളകൂട വിഷമെത്തുന്ന സർക്കിൾ തടയാൻ ബോധവൽക്കരണ വിമുക്തി എന്നൊക്കെ പറഞ്ഞ് കാലഹരണപ്പെട്ട ആയുധങ്ങൾ പിടിച്ചാണ് പോരാട്ടമെങ്കിൽ ഇനിയും നമുക്ക് കാണേണ്ടി വരും ഒരുപാട് ഇളകിയ ബ്രൂട്ടൽ നരഹത്യകൾ. ലഹരി എന്ന ക്യാൻസറിനെ വേരോടെ പറിച്ചു മാറ്റാൻ അന്താരാഷ്ട്ര തലത്തിൽ ചിന്തിക്കുകയും പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുകയും വേണം. നമ്മളുടെ മക്കളെയും രാഷ്ട്രത്തെയും രക്ഷിക്കാനുള്ള തീവ്ര യജ്ഞം ഇവിടെ നിന്ന് തുടങ്ങുക. കുട്ടികളുമായി കൂടുതൽ സമയം ചിലവഴിക്കുക, അവരുമായി തുറന്നിടപഴകുക, കൂട്ടുകാരെ അറിഞ്ഞിരിക്കുക, ഓരോ ദിവസത്തെ അനുഭവങ്ങൾ ചോദിച്ചറിയുക, ഇടപെടൽ, തടയൽ, ചികിത്സ ഈ 3 കേന്ദ്രങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം. നമുക്കൊന്നിച്ച് കൈകോർക്കാം ഓരോ വ്യക്തിയുടെ, ഈ നാടിൻ്റെ, ഈ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.